എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല പഞ്ഞി പോലുള്ള ഇഡലിയാണ് തയ്യാറാക്കുന്നത്. പ്രഭാത ഭക്ഷണത്തിൽ ആഴ്ചയിൽ 1-2 ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന വിഭവമാണ് ഇഡലി. എത്ര തണുത്ത കാലാവസ്ഥയിലും മാവ് സോപ്പ് പത പോലെ പൊങ്ങാനും പഞ്ഞി പോലെയുള്ള ഇഡലി കിട്ടാനും അരി കുതിർക്കുമ്പോഴും മാവ് കൂട്ടുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇഡലിക്ക് അരി അരച്ചു വെച്ചാൽ പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മാവ് പൊങ്ങി വരുന്നില്ല, ഇഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ കല്ല് പോലെയാകുന്നു എന്നുള്ളത്. ഈ ഇഡലി ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇഡലി തയ്യാറാക്കുന്നത് വീഡിയോ കണ്ടുവരാം. ഇഡലി ഉണ്ടാക്കാനായിട്ട് 1 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പിന്റെ അളവിന് എടുക്കാം, ഏത് ഗ്ലാസ് ആയാലും മതി. നമ്മൾ എടുക്കുന്ന ഗ്ലാസിന്റെ ആയാലും കപ്പിന്റെ ആയാലും ബാക്കിയുള്ള മെഷർമെന്റ് ഒക്കെ അതേ അളവിൽ എടുക്കണം. നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് കഴുകി എടുക്കണം. പച്ചരിയൊക്കെ കഴുകുന്നത് സാധാരണ പച്ചവെള്ളത്തിലാണല്ലോ. നമ്മളിത് കഴുകിയെടുക്കുന്നത് ചെറിയൊരു ചൂടുവെള്ളത്തിലാണ്. പച്ചരിയിൽ ചെറിയൊരു പശ ഉണ്ടാവും, അപ്പൊ അത് പോകാനാണ് നമ്മളിത് ചെറിയൊരു ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കുന്നത്. റേഷൻ അരിയാണെങ്കിൽ പ്രത്യേകിച്ച് ചെറിയൊരു പശ ഉണ്ടാവും, അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ഇഡ്ഡലിക്കും ദോശക്കൊക്കെ ചെറിയൊരു ഒട്ടൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇതുപോലെ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കഴുകി നോക്കുക. നല്ല പോലെ തന്നെ ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. ചൂടുവെള്ളത്തിൽ ആദ്യം കഴുകിയെടുത്ത വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 3-4 വെള്ളത്തിൽ സാധാ പച്ച വെള്ളത്തിൽ കഴുകിയെടുക്കണം. വെള്ളം ക്ലീൻ ആകുന്നവരെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അരി കുതിരാൻ വെക്കണം. നമ്മൾ സാധാരണ പച്ചവെള്ളത്തിലാണല്ലോ കുതിരാൻ വെക്കുന്നത്. ചെറിയ ചൂടുവെള്ളത്തിലാണ് പച്ചരി കുതിരാൻ വെക്കുന്നത്. ഒരുപാട് അങ്ങോട്ട് ചൂടുണ്ടാകാൻ പാടില്ല, എന്നാൽ കൈ കൊണ്ട് നമ്മൾ തൊടുന്ന സമയത്ത് ചെറിയൊരു ചൂട് അത്രേ വേണ്ടു. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇഡലി നല്ല തുമ്പപ്പൂ പോലെ നിറവും അതുപോലെ തന്നെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റും ആകും. അരി ഒരു 6 മണിക്കൂർ നേരം കുതിരാനായിട്ട് വെക്കണം. ഇനി അരി അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് കുതിരാൻ വെക്കേണ്ടത് ഉഴുന്നാണ്. നമ്മൾ എടുത്തിട്ടുള്ള ആ ഗ്ലാസിന്റെ നേരെ പകുതി. നമ്മൾ 1 കപ്പാണ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ 1/2 കപ്പോളം ഉഴുന്നെടുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ചേർത്ത് കൊടുക്കുമ്പോൾ ഇഡ്ഡലിക്ക് നല്ലൊരു സ്വാദ് കിട്ടും. ഉഴുന്ന് ഒരു 2 വെള്ളത്തിൽ കഴുകിയെടുക്കാം. കൂടുതൽ വെള്ളത്തിൽ കഴുകാൻ പാടില്ല, കാരണം ഉഴുന്നിന്റെ ആ ഒരു സ്റ്റാർച്ച് നഷ്ടപ്പെടും. അപ്പൊ ഞാൻ 2 വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് വരാം. ഉഴുന്ന് ഇതാ കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഉഴുന്നെടുക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ഉള്ള ഉഴുന്നെടുക്കണം, എന്നാലാണ് നമ്മുടെ ഇഡലി മാവ് നല്ല പോലെ പൊങ്ങി വരാനും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും ഒക്കെ നല്ലത്. ഉഴുന്നിലേക്ക് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കാം, കാരണം നമ്മൾ ഈ ഉഴുന്ന് കുതിർത്തിയ വെള്ളത്തിലാണ് അരച്ചെടുക്കുന്നത്. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അരി നമ്മൾ പുറത്തും ഉഴുന്ന് നേരെ ഫ്രിഡ്ജിലോട്ടേക്കാണ് വെക്കുന്നത്. ഉഴുന്ന് അരക്കുന്ന സമയത്ത് മിക്സി ചൂടാവൂല, ഉഴുന്ന് നല്ല പോലെ അരിഞ്ഞു കിട്ടുകയും ചെയ്യും. അരിയും ഉഴുന്നും 6 മണിക്കൂർ നേരം കുതിരാനായിട്ട് വെക്കാം. അരിയും ഉഴുന്നും കുതിരാൻ വെച്ചിട്ട് ഇവിടെ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഉഴുന്ന് ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പോൾ എടുത്തു വെച്ചതാണ്. ഉഴുന്നിന് നല്ല പോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അരിയും നല്ല പോലെ തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടും അരച്ചെടുക്കാം. ആദ്യം ഉഴുന്ന് അരച്ചെടുക്കാം. ഉഴുന്ന് കുതിർത്തിയ വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കേണ്ടത്. ഉഴുന്നിലെ വെള്ളം ഇതാ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഉഴുന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഉഴുന്ന് ഇട്ട് കൊടുക്കാം. ഉഴുന്നിലേക്ക് ഉഴുന്ന് കുതിർത്തി വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉഴുന്നിന് ലെവലായിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, കൂടുതലായി പോകാൻ പാടില്ല. നിങ്ങൾ ഉഴുന്ന് ഫ്രിഡ്ജിൽ വെക്കാതെയാണ് അരച്ചെടുക്കുന്നതെങ്കിൽ ഈ സമയത്ത് ഐസ് ക്യൂബ് ഇട്ടിട്ട് അരച്ചെടുക്കാം. അരക്കുന്ന സമയത്ത് ജാറ് ചൂടായി കഴിഞ്ഞാൽ ഉഴുന്നിന്റെ മാവ് ചൂടായി പോവും. ആ സമയത്ത് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയാൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. ഇത് അരച്ചെടുത്തിട്ട് വരാം. ഉഴുന്ന് ഇതാ നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഉഴുന്ന് അരച്ച അതേ ജാറിലേക്ക് അരി അരച്ചെടുക്കാം. ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരിയും ഉഴുന്നൊക്കെ അളക്കാൻ എടുത്തിട്ടുള്ള ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് ചോറ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് കുത്തരി ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഉഴുന്ന് കുതിർത്തിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരിയും ചോറും മുങ്ങിക്കിടക്കുന്ന രീതിയിലായിരിക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരി ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. അരി അരക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് അരിയേണ്ട ആവശ്യമില്ല, ചെറിയൊരു തരിതരിയോടെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങോട്ട് അരച്ചെടുത്താല് ഇഡലി ഹാർഡായി പോകും, അതൊന്ന് ശ്രദ്ധിക്കണം. അരി അരച്ചത് ഉഴുന്നിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഈ സമയം ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇഡലിക്ക് അരി അരച്ചു വെക്കുന്ന പാത്രം എപ്പോഴും ഒരേ പാത്രത്തിലായിരിക്കണം. നമ്മൾ വേറെ വേറെ പാത്രത്തില് മാവ് കൂട്ടുന്ന സമയത്ത് പൊങ്ങിക്കിട്ടാൻ പ്രയാസമായിരിക്കും. എന്നും ഒരേ പാത്രത്തിൽ എടുക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങിക്കിട്ടാൻ നല്ലതാണ്.
നമ്മൾ എന്നും മിക്സ് ചെയ്യുന്നത് ഒന്നുകിൽ നമ്മൾ തവി വെച്ചിട്ട് മിക്സ് ചെയ്യും, അതല്ലെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്യാറുണ്ട് അല്ലെ. എന്നാൽ നമ്മൾ ഇത് രണ്ടും കൊണ്ടല്ല ഇന്ന് മിക്സ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് മിക്സ് ചെയ്യാൻ എടുക്കുന്നത് ചപ്പാത്തിക്കോലാണ്. ചപ്പാത്തിക്കോൽ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. അപ്പൊ ഈ ഒരു ഭാഗം കൊണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടാൻ സഹായിക്കും. ഒരു 5 മിനിറ്റ് എങ്കിലും ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് നന്നായിട്ട് ബബിൾസ് വരും. മരത്തിൻ്റെതായത് കൊണ്ട് തന്നെ നന്നായിട്ട് ഫെർമെന്റേഷൻ ആകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇതിപ്പോ ഞാനിവിടെ മിക്സ് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ഞാൻ ഓവർനൈറ്റ് ആണ് അരച്ചു വെച്ചത്, നാളെ രാവിലെ ഇഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നല്ല തണുത്ത കാലാവസ്ഥയാണ്. അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു വലിയ പാത്രത്തില് ചെറിയൊരു ചൂടുവെള്ളം, നമ്മളിങ്ങനെ കൈകൊണ്ട് തൊടുന്ന സമയത്ത് ചെറിയൊരു ചൂട് അത്രേ വേണ്ടു. ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള മാവ് ഇറക്കി വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പൊങ്ങി കിട്ടാൻ വേണ്ടി സഹായിക്കും. മാവ് 10 മണിക്കൂർ നേരത്തേക്ക് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. നാളെ രാവിലെ നമുക്ക് എത്രത്തോളം പൊങ്ങി വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഇഡലിക്ക് അരി അരച്ചു വെച്ചിട്ട് ഇവിടെ ഒരു 10 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് മാവ് നല്ല പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പൊ നാട്ടിൽ നല്ല തണുത്ത കാലാവസ്ഥയാണ്, എന്നിട്ട് പോലും മാവ് ഇതാ നല്ല പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. മാവ് മിക്സ് ചെയ്ത് കൊടുക്കാം. മാവ് നോക്കൂ, ഇതാ സോപ്പ് പത പോലെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പോലെ പൊങ്ങി വന്നാൽ മാത്രമേ നമ്മുടെ ഇഡലി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. മാവ് മിക്സ് ചെയ്തെടുക്കാം. മാവ് ഒരുപാട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാൻ പാടില്ല, അപ്പൊ നമ്മുടെ ഇഡലി സോഫ്റ്റ് ആവില്ല. അപ്പൊ ഇതിന്റെ ബബിൾസ് ഒക്കെ പോകും. ഇന്നത്തേക്ക് ഇത്രയും മാവ് ആവശ്യമില്ല, കുറച്ച് മാവ് മാറ്റി വെക്കാം. നാളെ ഉണ്ടാക്കുമ്പോഴും ഇന്നത്തെ അതേ ടേസ്റ്റ് തന്നെ കിട്ടും, സോഫ്റ്റ് ഒന്നും കുറയില്ല. ഇഡലി ഉണ്ടാക്കുന്നതിന്റെ കുറച്ച് മുന്നേ തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ചാൽ മതി. ഇഡലി തട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും വെളിച്ചെണ്ണ തടവി കൊടുക്കാം. അടുത്ത തട്ടിലും വെളിച്ചെണ്ണ തടവി കൊടുക്കാം. ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇഡ്ഡലി തട്ട് വെച്ചു കൊടുക്കാം. തട്ട് നല്ല പോലെ ചൂടായ ശേഷം മാത്രമേ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഓരോ കുഴിയിലും മാവ് ഒഴിച്ചു കൊടുക്കാം. നിറയെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. വെന്ത് വരുന്ന സമയത്ത് പൊങ്ങി വരും. അടുത്ത തട്ടും വെച്ചു കൊടുക്കാം. ഓരോ കുഴിയിലും മാവ് ഒഴിച്ചു കൊടുക്കാം. 10 മിനിറ്റ് നേരം മൂടി വെച്ചിട്ട് വേവിക്കാം. ഇഡലി വേവിക്കാൻ വെച്ചിട്ട് ഇവിടെ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് തട്ട് എടുത്ത് മാറ്റാൻ, തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചട്നി കൂടി തയ്യാറാക്കി എടുക്കാം. അരമുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല, മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 7 ചെറിയുള്ളിയാണ്. ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കണം, എന്നാലാണ് ഈ ഒരു ചട്നിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ആദ്യം തേങ്ങ ഉള്ളിയെല്ലാം കൂടി വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, അതിനായിട്ട് കുറച്ച് പുളി ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് പിഴിഞ്ഞു വെച്ചിട്ടുള്ള ഈ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരാം. പുളിവെള്ളം ചേർത്തിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടി അരച്ചെടുക്കണം. ഒരുപാട് അങ്ങോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, ആവശ്യത്തിന് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അരച്ചെടുത്തത് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് എത്രത്തോളം ജ്യൂസ് വേണം അത് നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പാകത്തിലാണ് ആക്കിയെടുത്തത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ജ്യൂസ് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം, പക്ഷെ ഈ ഒരു പാകത്തിലാണ് നല്ലത്. ഇനി ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. കടുക് താളിക്കാനായിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായി ചൂടായ ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ നല്ല സ്വാദിഷ്ടമായ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു ചട്നി നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ദോശക്കും ഇഡ്ഡലിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു ചട്നി. ഇഡ്ഡലി ഇത് നല്ല പോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ തട്ടിൽ നിന്നും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇഡ്ഡലി കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളതെന്ന്. ഓരോ ഇഡ്ഡലി നമുക്ക് ഈ തട്ടിലേക്ക് മാറ്റാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് ഇത്. നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കണം. നമ്മൾ അരി കുതിർക്കുന്ന സമയത്തും അതുപോലെ തന്നെ മാവ് കൂട്ടുന്ന സമയത്തും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ആർക്കും ഉണ്ടാക്കിയെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ള ഇഡ്ഡലി. നിങ്ങൾക്ക് ഇത് പൊട്ടിച്ച് കാണിച്ചു തരാം ഇഡ്ഡലി എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. ഇതിലേക്ക് ചട്നി വെച്ച് കൊടുക്കാം. ദോശക്കും ഇഡ്ഡലിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു ചട്നി. വളരെ നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ ഇഡ്ഡലി. അപ്പോൾ ഇതാ ഇഡ്ഡലി ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ചട്നി ഉണ്ടാക്കുന്നതും ഒക്കെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകരുത്. ഇതുപോലെ ഇഡ്ഡലിയുടെ വീഡിയോ വേറെയും ചാനലിൽ കുറെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി പുതിയ നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.